നബിദിന പ്രസംഗം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫ് റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതവും മഹത്തരവും ആക്കപ്പെട്ട ഈ സുദിനത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ 2 വാക്ക് സംസാരിക്കുവാൻ എനിക്ക് വിധി എഴുതിയ സർവശക്തനെ ഞാൻ ആദ്യമായി സ്തുതിക്കട്ടെ. അൽഹംദുലില്ലാ. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പരീക്ഷണങ്ങളാൽ നിറഞ്ഞതായിരുന്നു. എന്നാൽ ആ പരീക്ഷണങ്ങളിലെല്ലാം അവിടുന്ന് കാണിച്ചത് ക്ഷമയും അള്ളാഹുവിലുള്ള പൂർണ്ണ വിശ്വാസവുമായിരുന്നു. സുഹൃത്തുക്കളെ, ഒരിക്കൽ നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ സമീപത്ത് നിസ്കരിക്കുകയായിരുന്നു. നബി തങ്ങൾ സുജൂദിലായിരിക്കുമ്പോൾ ഒരു ശത്രു വന്നുകൊണ്ട് ഒട്ടകത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിലിട്ടു. നബി തങ്ങൾക്ക് സുജൂദിൽ നിന്ന് ഉയരാൻ കഴിഞ്ഞില്ല. ഇതുകണ്ട് ശത്രുക്കൾ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഈ കാഴ്ച നബിയുടെ പുന്നാരമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ കണ്ടു. അവൾ ഓടി വന്നുകൊണ്ട് നബിയുടെ കഴുത്തിൽ നിന്ന് കുടൽമാല മാറ്റി നബി തങ്ങളെ സഹായിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതികാരം ചെയ്യാൻ ശ്രമിച്ചില്ല. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. പിന്നീട് അള്ളാഹു അവിടുന്ന് സഹായിക്കുകയും സത്യം വിജയിക്കുകയും ചെയ്തു. പ്രിയ സുഹൃത്തുക്കളെ, ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതത്തിൽ എത്ര വലിയ അപമാനങ്ങളും പരീക്ഷണങ്ങളും വന്നാലും ക്ഷമ കൈവിടരുത് എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പ്രതികാരത്തിൻ്റേതായിരുന്നില്ല, സഹനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ജീവിതമായിരുന്നു. ഈ നബിദിനത്തിൽ നമുക്കും ആ മഹത്തായ മാതൃക പിന്തുടരാം. സത്യസന്ധതയോടെയും ക്ഷമയോടെയും കരുണയോടെയും ജീവിക്കാം. അള്ളാഹു നമ്മെ എല്ലാവരെയും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിന്തുടരുന്നവരാക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.